ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സുസ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കണ്ടേ? സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ കേൾക്കാം. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച എല്ലാ പുസ്തകങ്ങളുടെയും ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരും ആദ്യമായി എത്തുന്നവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കേൾക്കുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സന്താന ഗോപാലം. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതോടെ രാജ്യത്ത് ദുഷ്ടത ചെയ്യുന്നവരുടെ എണ്ണം നന്നേ കുറഞ്ഞു. ഭൂമിയുടെ ഭാരവും അവസാനിച്ചു. അവളുടെ ആശ്വാസനിശ്വാസം ഇളം കാറ്റായി മഞ്ഞിടത്തിൽ പരത്തി നടന്നു. രാജ്യത്തൊരിടത്തും ദുർമരണങ്ങൾ നടന്നില്ല. അതിവൃഷ്ടിയോ അനാവൃഷ്ടിയോ ഉണ്ടായില്ല. ഭൂകമ്പങ്ങൾ കൊണ്ട് മനുഷ്യരാശി നശിച്ചില്ല. പർവ്വതങ്ങൾ ഇടിഞ്ഞു തകർന്നില്ല. നദികൾ കരകവിഞ്ഞില്ല. സൂര്യരശ്മി അഗ്നിയായി വന്ന് ഭൂമിയെ കരിച്ചതുമില്ല. എവിടെയും ശാന്തി വിളയാടി. സമാധാനവും സന്തോഷവും ഓരോ ഭവനത്തിലും നിറഞ്ഞു നിന്നു. ബലരാമൻ്റെ ഭരണത്തിൽ ദ്വാരക തിളങ്ങി. അക്കാലത്ത് ദ്വാരകാപുരിക്കടുത്ത് താമസിക്കുന്ന ബ്രാഹ്മണൻ്റെ ഭവനത്തിൽ ഒരു സംഭവം നടന്നു. ഏറെ നാളായി അവിടെ ഭവനം തീർത്ത് വസിക്കുകയാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ്റെ അച്ഛനും മുത്തച്ഛനും മധുരാപുരിയിലാണ് വസിച്ചിരുന്നത്. കേശവൻ്റെ പാലായനത്തിൽ ബ്രാഹ്മണൻ്റെ പിതാവ് മധുര വിട്ടു. അദ്ദേഹം ദ്വാരകയിൽ കേശവൻ്റെ ആശീർവാദത്തോടെ വസിച്ചു. ഭവത്രാതൻ എന്നായിരുന്നു ബ്രാഹ്മണൻ്റെ നാമം. ഭവത്രാതൻ്റെ മകനായിരുന്നു ഇപ്പോഴത്തെ കുടുംബനാഥൻ. ഭവത്രാതന് പ്രായമേറെയായതിനാൽ മകനായിരുന്നു ഭവനം നോക്കി നടത്തി വന്നത്. പണ്ഡിതനായിരുന്നു ഭവത്രാതൻ്റെ മകൻ. വേദങ്ങളുടെ മറുകര കണ്ടവൻ, പൗരോഹിത്യ ശാസ്ത്രം എല്ലാം ഗ്രഹിച്ചവൻ, ഋത്വിക്കാകാൻ പഠിച്ചവൻ. നന്നേ ചെറുപ്പത്തിൽ തന്നെ വിജ്ഞാനം ലഭിച്ചതുകൊണ്ട് ബ്രാഹ്മണകുമാരനെ എല്ലാവരും ബഹുമാനിച്ചു. വിജ്ഞാനമുണ്ടായിരുന്നെങ്കിലും പ്രായത്തിൻ്റെ അപക്വത ബ്രാഹ്മണകുമാരനുണ്ടായിരുന്നു. നാട്ടിലുള്ളവരുടെ ബഹുമാനം ഏറിയപ്പോൾ ബ്രാഹ്മണകുമാരൻ്റെ മനസ്സിൽ ഞാനെന്ന ഭാവം വളർന്നു. ഞാൻ എന്ന ഭാവം അഹങ്കാരത്തിൻ്റെ ആദ്യ പടവായി. താൻ വിജ്ഞാനിയാണെന്ന് അഹങ്കരിച്ച ബ്രാഹ്മണ യുവാവ് ബഹുമാനിക്കേണ്ടവരെ പോലും തള്ളിപ്പറഞ്ഞു. ഭവത്രാതൻ ദൈവഭജനവുമായി വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടി. മകനോട് അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, കുഞ്ഞെ, നീ അറിവുള്ളവനാണ്, ജ്ഞാനി, വിവേകിയാണ്. പക്വമതിയായിരിക്കണം വിവേകി. നിന്റെ മനസ്സ് അപക്വമായിട്ടാണ് ഞാൻ കാണുന്നത്. നന്നേ ചെറുപ്പത്തിൽ അറിവേറെ നിനക്കുണ്ടായെങ്കിലും കാലം തരേണ്ട പക്വത നിന്റെ മനസ്സിലില്ല. അത് വേഗത്തിൽ ലഭിക്കുന്നതുമല്ല. പക്വത തരേണ്ട ഗുരു അനുഭവമാണ്. മോനെ, അഹങ്കാരം യശസ്സിനെ കെടുത്തും, മനസ്സിനെ തകർക്കും, ഹൃദയത്തിൽ അശുദ്ധി നിറയ്ക്കും, കർമ്മത്തിൻ്റെ മർമ്മം കലുഷമാക്കും, ഓർമ്മകൾ പിശകും, അനാവശ്യ ചിന്തകൾ പെരുകും, അഹന്ത മുറ്റും, മനുഷ്യത്വം നശിക്കും, നന്മ തിന്മയ്ക്ക് വഴിമാറും, ഉണ്മ പോകും, വെണ്മ ഇല്ലാതാകും. അതുകൊണ്ട് കുഞ്ഞെ, യശസ് കാക്ഷിച്ച് അഹന്ത കളഞ്ഞ് വസിക്കുക. ബുദ്ധി നിറഞ്ഞ ആ വാക്കുകൾ യുവാവ് ശ്രദ്ധിച്ചില്ല. തൻ്റെ മാർഗത്തിലൂടെ തന്നെ അവൻ സഞ്ചരിച്ചു.
അക്കാലത്ത് തന്നെ ബ്രാഹ്മണകുമാരൻ്റെ വേലിയും നടന്നു. സുന്ദരിയും സുശീലയുമായിരുന്നു ബ്രാഹ്മണകുമാരൻ്റെ വേളി. ഭാര്യയുമൊത്ത് കുമാരൻ സസുഖം വസിച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. യഥാകാലം അന്തണ യുവതി ഗർഭിണിയായി. ഭവനത്തിൽ ആനന്ദം തുടിച്ചു നിന്നു. ഒരു കുഞ്ഞിക്കാല് കാണുവാൻ ആ ഭവനത്തിലുള്ളവരെല്ലാം കൊതിച്ചു. എപ്പോഴും കുഞ്ഞുങ്ങൾ ഭവനത്തിന് ഐശ്വര്യമാണല്ലോ. അന്തർജനത്തിൻ്റെ പ്രസവ ദിവസം അടുത്തു. ഈറ്റില്ലം ഒരുങ്ങി. ഉണ്ണി ഉണ്ടാകുമ്പോൾ തന്നെ ആഘോഷിക്കേണ്ടുന്ന ചടങ്ങുകൾക്കും ബ്രാഹ്മണൻ ഏർപ്പാട് ചെയ്തു. പക്ഷേ വിധി അവർക്ക് കടുത്ത ശാപം തന്നെ കൊടുത്തു. ദുരന്തം കാർമേഘമായി ഇറങ്ങി ആ തറവാടിനെ പൊതിഞ്ഞു. യഥാസമയം തന്നെ അന്തർജനം പ്രസവിച്ചു. പ്രസവിച്ചയുടനെ കുഞ്ഞ് കരയുകയും ചെയ്തു. ഈറ്റില്ലത്തിന് പുറത്തു നിന്നവർ ആനന്ദിച്ചു. പക്ഷേ അടുത്ത നിമിഷം ഈറ്റില്ലം നിശ്ചലമായി. വയറ്റാട്ടികൾ അമ്പരന്നു. കുഞ്ഞിൻ്റെ കരച്ചിലിനു പകരം അമ്മയുടെ ആക്രന്ദനമാണ് മുഴങ്ങിയത്. പേടിപ്പെടുത്തുന്ന കരച്ചിൽ പുറത്തു നിന്നവരുടെ മനസ്സിൽ കഠിന ഭയമുണ്ടാക്കി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ എല്ലാവരും പരുങ്ങി. അപ്പോഴേക്കും ഈറ്റില്ല കതക് തുറന്ന് ഒരു സ്ത്രീ പുറത്തു വന്നു. അവർ വിങ്ങുന്ന മുഖത്തോടെ പറഞ്ഞു, കുഞ്ഞ് മരിച്ചു. ഭവത്രാതൻ തറയിൽ ഇരുന്നുപോയി. ഉണ്ണിയുടെ കളിച്ചിരികൾ ഭാവനയിൽ കണ്ടിരുന്ന ആ വൃദ്ധൻ്റെ ഹൃദയം തകർന്നുപോയി. ബ്രാഹ്മണ യുവാവിൻ്റെ ഹൃദയത്തിൽ വേദന വടുകെട്ടി. കണ്ണുനീർ കുടിച്ചിറക്കി അയാൾ നിന്നു. അല്പനിമിഷങ്ങൾക്കകം എന്തോ ചിന്തിച്ചുറച്ച അന്തണ യുവാവ് കുഞ്ഞിൻ്റെ മൃതശരീരവുമായി ദ്വാരകയിലേക്ക് നടന്നു. കേശവൻ്റെ കൊട്ടാര ദ്വാരത്തിൽ കുഞ്ഞിൻ്റെ മൃതശരീരം പട്ടിൽ പൊതിഞ്ഞു വെച്ചു. അവൻ നിലത്തിരുന്ന് കരഞ്ഞു. ബ്രാഹ്മണനെ യാദവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവരാരും ഭൂസുരൻ്റെ രോദനത്തിന് വില കൽപ്പിച്ചില്ല. അഹങ്കാരിയായ ഇവന് ഇങ്ങനെ തന്നെ വരണമെന്ന് പറയുവാൻ മടിക്കാത്തവരായിരുന്നു യാദവരിൽ ഏറെയും. അല്പസമയം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണ യുവാവിന് കോപം വന്നു. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് കോപം ഇരട്ടിച്ചത്. ബ്രാഹ്മണൻ ഉറക്കെ ഭർത്സിച്ചു. കേശവൻ്റെ ഭരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ധർമ്മിഷ്ഠരും ശ്രേഷ്ഠന്മാരുമായ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യത്ത് ബാലമരണം സംഭവിക്കുകയില്ല. ഇവിടെ രാജാവ് ഉഗ്രസേനനാണ്. എങ്കിലും രാജ്യം ഭരിക്കുന്നത് കേശവനാണ്. പക്ഷേ 16,008 ഭാര്യമാരുമായി സല്ലപിക്കുകയും സുഖിച്ച് കഴിയുകയും ചെയ്യുന്ന ആ യാദവന് രാജ്യം നോക്കുവാൻ ഇവിടെ സമയം? രാജ്യം മുടിഞ്ഞാലെന്ത്? ഭരണം തകർന്നാലെന്ത്? ജനങ്ങൾ മരിച്ചാലെന്ത്? പെണ്ണുങ്ങളുമായി സദാ ക്രീഡിക്കണമെന്ന് തന്നെയാണ് വിചാരം. ഈ ദ്വാരകയിൽ നിന്നും മാറി താമസിക്കുകയാണ് ഭേദം. ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞിട്ടും അവൻ്റെ വാക്കുകൾ യാദവർ ശ്രദ്ധിച്ചില്ല. മതാന്ധനായ ഒരുവൻ്റെ ദുർഭാഷണമായി ജനങ്ങൾ അവൻ്റെ വാക്കിനെ തള്ളിക്കളഞ്ഞു. ഒടുവിൽ കുഞ്ഞിൻ്റെ മൃതദേഹവുമായി ആ ബ്രാഹ്മണൻ ഭവനത്തിലേക്ക് തിരിച്ചുപോയി. നാളുകൾ കൊഴിഞ്ഞു വീണു. വിപ്രപത്നി വീണ്ടും ഗർഭിണിയായി. ആ ഭവനത്തിൽ പിന്നെയും സന്തോഷം തളിരിട്ടു. ആ സന്തോഷത്തിന് പിന്നിലും വേദനയുടെ നിഴലുകൾ പരന്നിരുന്നു. യഥാസമയം വിപ്രപത്നി ഈറ്റില്ലത്തിൽ പ്രവേശിച്ചു. എല്ലാവരും ക്ഷമയോടെ കാത്തുനിന്നു. കാലതാമസം കൂടാതെ വിപ്രപത്നി പ്രസവിച്ചു. കുഞ്ഞിൻ്റെ കരച്ചിൽ ഈറ്റില്ലത്തിൽ നിന്നുയർന്നു നിമിഷം തന്നെ അവസാനിച്ചു. ഭവത്രാതൻ തൽക്ഷണം തലയ്ക്ക് കരം താങ്ങി തറയിലിരുന്നു. ബ്രാഹ്മണ യുവാവിന് കോപം ഇരച്ചു കയറി. ഒരു ഭ്രാന്തനെ പോലെ ശിശുവിനെയും എടുത്തുകൊണ്ടയാൾ കേശവൻ്റെ ഭവനദ്വാരത്തിലേക്ക് ഓടി. മുന്നേ പോലെ കുഞ്ഞിൻ്റെ ശവത്തെ തറയിൽ കിടത്തി അയാൾ രോദനം തുടങ്ങി. രോദനം അല്പനേരമേ ഉണ്ടാവൂ. അത് കഴിയുമ്പോൾ മാധവനെ ആക്ഷേപിക്കുവാൻ തുടങ്ങും. പിന്നെയും കരയും, പിന്നെയും അധിക്ഷേപിക്കും. ഇങ്ങനെ സായാഹ്നം വരെ അന്തണൻ ഗോപുരദ്വാരത്തിൽ നിന്നു. കഷ്ടം എന്നല്ലാതെ എന്താണ് പറയുക?
ഒരു യാദവൻ പോലും ബ്രാഹ്മണനെ ശ്രദ്ധിച്ചില്ല. അവൻ്റെ വാക്കുകൾ കേട്ടതായി ഭാവിച്ചതുപോലുമില്ല. ഇരുട്ട് വീണപ്പോൾ ബ്രാഹ്മണൻ കുഞ്ഞിൻ്റെ മൃതദേഹവുമായി ഭവനത്തിലേക്ക് പോയി. ആ ശരീരം യഥാവിധി സംസ്കരിച്ചു. കാലം പിന്നെയും കഴിഞ്ഞു. ബ്രാഹ്മണ യുവതി പിന്നെയും പ്രസവിച്ചു. ആ കുഞ്ഞും തൽക്ഷണം മരിച്ചു. ബ്രാഹ്മണൻ മുന്നെപ്പോലെ മൃതശരീരവുമായി കേശവൻ്റെ ഗോപുരദ്വാരത്തിലെത്തി രോദനഭർസനങ്ങൾ ആവർത്തിച്ചു. ഇങ്ങനെ 8 മരണം കഴിഞ്ഞു. ഗുരുവരനായ സാന്ദീപനിയുടെ മരിച്ചുപോയ പുത്രനെ വീണ്ടെടുത്തു കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായി നൽകിയ ആളാണ് കേശവൻ. മരിച്ചുപോയ 6 അഗ്രജന്മാരെയും തിരികെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ച ആളാണ് മാധവൻ. അങ്ങനെ ദിവ്യത്വമുള്ള ഒരാൾ തൻ്റെ കുട്ടികളെ ജീവിപ്പിച്ചു തരാത്തത് മനഃപൂർവ്വമാണെന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. നിരന്തരം ബ്രാഹ്മണൻ മാധവനെക്കുറിച്ച് ദുർഭാഷണം നടത്തുകയും ചെയ്തു. അങ്ങനെയിരിക്കെ അന്തണന് 9ാമത്തെ കുട്ടിയും ജനിച്ചു. വിധി വൈപരീത്യമെന്നല്ലാതെ എന്താണ് പറയുക? ആ കുട്ടിയും അപ്പോൾ തന്നെ മരിച്ചു. എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചത് ജീവനോടുകൂടി തന്നെയായിരുന്നു. പക്ഷേ ജനിച്ച് അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ജീവൻ ആരോ ആവാഹിക്കുകയാണ്. ചോര കുഞ്ഞ് യാതൊരു ഭാവവും കാണിക്കാതെ മരിച്ചു പോകുന്നത് ഓരോ പ്രാവശ്യവും ഇത് ആവർത്തിക്കുന്നു. എല്ലാം വിധി മനഃപൂർവ്വം ചെയ്യുന്നത് പോലുണ്ട്. ഭവത്രാതൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയാറില്ല. യാഥാർത്ഥ്യം അറിയാതെ മനം നൊന്ത് കഴിയുകയാണ് ആ വൃദ്ധൻ. 9ാമത്തെ കുഞ്ഞും തൽക്ഷണം മരിച്ചപ്പോൾ ദുഃഖവും കോപവും ഒരേ സമയം അന്തണയുവാവിൽ നുരഞ്ഞു പൊന്തി. അസഹനീയമായ വേവലാതിയോടുകൂടി ഭൂസുരൻ ദ്വാരകയുടെ പ്രവേശന ദ്വാരത്തിലെത്തി. ഗോപുരദ്വാരത്തിൽ നിന്ന് സങ്കടം സഹിക്കാതെ നിലവിളിക്കുന്ന ബ്രാഹ്മണനെ കണ്ട് യാദവർ നിസ്സംഗരായി. കേശവൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നവരും വരുന്നവരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഹതാശനായ ബ്രാഹ്മണൻ ശിശുവിനെയും കരത്തിലേന്തി അകത്തു കടന്നു. യജ്ഞം സംബന്ധിച്ച ചില കാര്യങ്ങൾ ആലോചിക്കുന്നതിനു വേണ്ടി അപ്പോൾ അവിടെ സഭ കൂടിയിരിക്കുകയായിരുന്നു. മഹർഷികളും മഹാബ്രാഹ്മണരും യദുവംശ നേതാക്കന്മാരും ആ സദസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നു. ബ്രാഹ്മണൻ്റെ പ്രലപനം കേട്ട് യാദവന്മാരാരും അയാളെ സാന്ത്വനപ്പെടുത്തുവാൻ മുന്നോട്ട് വന്നില്ല. ബ്രാഹ്മണൻ ഒരു പതിവ് കരച്ചിലുകാരനായതുകൊണ്ട് ആരും ഗൗനിക്കാതിരുന്നത്. ആ കാലത്ത് അർജുനൻ ദ്വാരകയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വനവാസം നടത്തുവാൻ തീരുമാനിച്ച വിവരം കേശവനെ അറിയിക്കുവാനാണ് പാർത്ഥൻ എത്തിയത്. വിവരമോതിയിട്ട് ഉടനെ പോകാമെന്ന് കരുതിയെങ്കിലും കേശവൻ്റെ നിർബന്ധം കൊണ്ട് 1 മാസത്തോളമായി അർജുനൻ ദ്വാരകയിൽ വസിക്കുകയാണ്. യജ്ഞം സംബന്ധിച്ച് ആലോചിക്കുന്ന സദസ്സിൽ അർജുനനും ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ മൃതദേഹവുമായി സദസ്സിലെത്തിയ ബ്രാഹ്മണൻ സഭയുടെ മാന്യത ഗണിക്കാതെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: മഹാസദസ്യരെ, എല്ലാവരും കേൾക്കുവാനാണ് ഞാൻ ഇത് വിളിച്ചു പറയുന്നത്. എൻ്റെ വേദന കാണുവാൻ ഇവിടെ വസിക്കുന്ന യാദവന്മാർക്കും അവരുടെ പ്രഭുവിനും കണ്ണില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാന്യന്മാരായ മഹാസദസ്യരും മഹർഷിമാരും എൻ്റെ സങ്കടം പരിഹരിച്ചു തരണം. മഹാജനങ്ങളെ, നിങ്ങൾ കാതു തുറന്ന് കേൾക്കുക. എൻ്റെ 8 പുത്രന്മാർ ജനിച്ച് അരനിമിഷത്തിനകം മരിച്ചുപോയി. ഓരോ മരണം നടക്കുമ്പോഴും ഞാൻ കുഞ്ഞിൻ്റെ മൃതദേഹവുമായി ഈ കവാടത്തിൽ വന്ന് നിലവിളിച്ചു. യാദവരോ അവരുടെ പ്രഭുവായ കേശവനോ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ആരാഞ്ഞില്ല. അനുകമ്പയില്ലാത്തവനായ മാധവൻ എൻ്റെ വേദന കണ്ടില്ലെന്ന് നടിച്ചു. 16,008 പെണ്ണുങ്ങളുമൊത്ത് രമിക്കുന്ന അവന് അതിനൊക്കെ സമയം എവിടെ കിട്ടാനാണ്? ഒരു പെണ്ണാണ് കരഞ്ഞതെങ്കിൽ ആ നിമിഷം വന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദുഃഖം മാറ്റുമായിരുന്നു. എൻ്റെ സങ്കടം കൊണ്ടാണ് ഞാൻ ഈ വാതിലിൽ മുട്ടി വിളിച്ചത്. ഭരണാധിപനാണല്ലോ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. പെട്ടെന്ന് സദസ്സിലിരുന്ന ഒരാൾ പറഞ്ഞു:
ഹേ മനുഷ്യ, ബ്രാഹ്മണകുലത്തിൽ നിങ്ങൾ ജനിച്ചു എന്നത് ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് ബ്രാഹ്മണ്യം ഉണ്ടോ? അഹങ്കാരിയായ പാപിയാണ് നിങ്ങൾ. അഹങ്കാരമാണ് വിന വരുത്തുന്നത്. നിങ്ങളുടെ അഹമ്മതി ഇതാ ഈ വാക്കുകളിൽ പോലും കടന്നുകൂടിയിരിക്കുന്നു. ഇങ്ങനെയായാൽ നിങ്ങളുടെ വേദന എങ്ങനെ മാറും? ആ വാക്കുകൾ സഭയെ നിശബ്ദതയിലാക്കി. അപ്പോൾ ബ്രാഹ്മണൻ ഇങ്ങനെ കയർത്തു: നിങ്ങളും അധർമ്മിയായ കേശവന്റെ സുഹൃത്ത് തന്നെ. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി. മരണവും ജീവിതവും ഒരുപോലെ കാണുന്ന കേശവൻ ബുദ്ധിസ്ഥിരതയില്ലെന്നാണ് എൻ്റെ സംശയം. ഈ പുരത്തിലുള്ള ഒരു മനുഷ്യരും അവനോട് കൂറില്ല. ഈ വഞ്ചകനും അത്തരക്കാരൻ തന്നെ. എത്രയെത്ര ജനങ്ങളെയാണ് അവൻ വഞ്ചിച്ച് വധിച്ചൊടുക്കിയത്. എന്നിട്ടും അവൻ നിങ്ങൾക്ക് പ്രിയനാണ്. ഈ നാട്ടിലുണ്ടാകുന്ന എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം അവനാണ്. അവൻ്റെ വാക്കു വിശ്വസിച്ച് ജനങ്ങൾ കഴുതകളെപ്പോലെ ഭാരം ചുമക്കുന്നു. ആ ദുഷ്ടൻ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് പറയുവാൻ കുറച്ച് സ്തുതിപാഠകന്മാരും ഇവിടുണ്ട്. മാധവനു നേരെ വിരൽ ചൂണ്ടി അന്തണൻ ചോദിച്ചു: ഇവനാണോ സ്നേഹവത്സലൻ, പരമകാരുണികൻ? ഇവൻ്റെ പുറത്തു കാണുന്ന കറുപ്പ് അകത്തും അതുപോലുണ്ട്. പാപിയും ഭരണമറിയാത്തവനുമായ ഇവനെ വിശ്വസിച്ച് ഞാൻ വന്നല്ലോ. എൻ്റെ ശിരസിലെഴുത്തിൻ്റെ മാഹാത്മ്യം തന്നെ ഇതെല്ലാം. ബ്രാഹ്മണൻ്റെ ഇത്തരത്തിലുള്ള ഭർത്സനം കേട്ടപ്പോൾ സഭയാകെ നടുങ്ങി. ഋത്തിക്കുകളും പുരോഹിതന്മാരും മാധവനെ ശ്രദ്ധിച്ചു. എല്ലാം അറിയുന്ന ഋഷിവര്യന്മാർ പ്രകടമാക്കാതെ പുഞ്ചിരിച്ചു. കേശവൻ അക്ഷോഭ്യനായി അക്ഷികൾ അടച്ച സിംഹാസനത്തിൽ ഇരുന്നതേ ഉള്ളൂ. ബ്രാഹ്മണൻ പിന്നെയും കേശവനെ ധിക്കരിച്ച് സംസാരിച്ചു. മക്കൾ നഷ്ടപ്പെട്ട പിതാവിൻ്റെ വികാരമായിട്ടായിരിക്കാം ബ്രാഹ്മണൻ്റെ വാക്കുകളെ കേശവൻ കണക്കിലെടുക്കുന്നതെന്ന് പൗരന്മാർ വിചാരിച്ചു. എന്നാൽ കേശവനെ ഭർത്സിച്ച് ഇത്തരം ദുർഭാഷണം നടത്തിയത് അർജുനന് ഇഷ്ടമായില്ല. ചുവന്നു തുടുത്ത മിഴികളുമായി മുന്നോട്ട് വന്ന പാർത്ഥൻ ബ്രാഹ്മണനോട് ചോദിച്ചു: ഹേ ബ്രാഹ്മണ, മതിയാക്കൂ അങ്ങയുടെ ദുർഭാഷണം. എന്തു പറഞ്ഞാലും ബ്രാഹ്മണനെന്ന് കരുതി ക്ഷമിക്കുമെന്ന് വിശ്വസിച്ച് നിലവിട്ട് തുള്ളരുത്. ഈ രാജാങ്കണം ദ്വാരകാധിപതിയായ കേശവൻ്റേതാണ്. ആയുസ്സെത്തിയാൽ കുട്ടികൾ മരിക്കും. എന്നല്ല ആരാണ് ആയുസ്സിൻ്റെ അന്ത്യം കഴിഞ്ഞും ജീവിച്ചിരിക്കുക? അത്തരം മരണം വരുന്നതിന് രാജാവ് എന്തു വേണം? നിങ്ങളുടെ കുട്ടികളെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ പരിഹരിക്കാം. ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാം. ക്ഷമയോടും സമാധാനത്തോടും ഇനി എന്തെന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. ദ്വാരകയിൽ ചെന്ന് കേശവനെയും കൂട്ടി ഞാൻ വരാം. ബ്രാഹ്മണൻ ധൃതി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. എന്തിനാണ് കേശവനെ സഹായത്തിന് വിളിക്കുന്നത്? താങ്കൾക്ക് തനിയെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ കഴിയുകയില്ലേ? മാധവൻ എന്നോട് വിരോധം കാട്ടുന്നവനാണ്. അതുകൊണ്ട് ദ്വാരകയിൽ പോകാതെ സത്യം പരിപാലിക്കുവാൻ ആവുമെങ്കിൽ താങ്കൾ അത് നിർവഹിക്കുക. ഇല്ലെങ്കിൽ എന്നോടൊപ്പം വരുന്നില്ലെന്ന് പറയുക. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഈ ഭാഗം ഇനിയും കുറേ വായിക്കാനുണ്ട്. അടുത്ത ദിവസം ഇതിൻ്റെ തുടർച്ച കേൾപ്പിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുക. താങ്ക് യു.